നമസ്കാരം. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തുന്നു? ജനങ്ങൾക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ അടക്കമുള്ള സംവിധാനങ്ങളോട് സർക്കാരിൻ്റെ മുഖം തിരിക്കൽ സമീപനം എന്തുകൊണ്ടാണ്? ഇങ്ങനെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട് ക്ഷേമ പെൻഷൻ സർക്കാരിൻ്റെ നല്ല മനസ്സുകൊണ്ട് കൊടുക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ ധനമന്ത്രി KN ബാലഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കാരണം ഒരു മാസത്തെ പെൻഷൻ നൽകാൻ ഏകദേശം 900 കോടി രൂപ വേണ്ട ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുമ്പോൾ അദ്ദേഹം ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇങ്ങനെ വെട്ടിത്തുറന്ന് ഇക്കാര്യങ്ങൾ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അവരുടെ ഔദാര്യം കൊണ്ട് കൊടുക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏകദേശം 18 മാസം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിട്ടുണ്ടായിരുന്നുവെന്നും അന്നുണ്ടായിരുന്നത് വെറും 600 രൂപ നൽകിയില്ലെങ്കിൽ ഇന്ന് 1600 രൂപ കൊടുക്കുന്നുണ്ട് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. കാരണം പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ പെൻഷൻ 2500 രൂപയാക്കണമെന്ന് തന്നെയാണ് ഈ സർക്കാരിൻ്റെ ആഗ്രഹം എന്നുകൂടി ബാലഗോപാലൻ പറഞ്ഞു വെക്കുമ്പോഴും 1600 രൂപ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ഈ 1600 രൂപ പോലും കൊടുക്കാതായി പോകുന്നത്? ഇപ്പോൾ ബാലഗോപാൽ പറയുന്നത് പോലെയാണെങ്കിൽ അവരുടെ ഔദാര്യമാണിത്. 5 മാസത്തെ പെൻഷൻ കൊടുക്കാത്തതിനാൽ ഒരാൾ ആത്മഹത്യ ചെയ്തെന്ന് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത കണ്ടിരുന്നുവല്ലോ. അത് വലിയ വാർത്തയാവുകയും ആ വാർത്തയെക്കുറിച്ച് ചോദിക്കുമ്പോഴും പക്ഷേ അദ്ദേഹം പെൻഷൻ ആവശ്യപ്പെട്ട് നവംബറിലാണ് കത്തെഴുതിയത് എന്നും ഒരു മാസത്തെ പെൻഷൻ നൽകാൻ നമുക്ക് ഇവിടെ 900 കോടി രൂപ വേണ്ട സാഹചര്യത്തിലാണ് അത് നൽകാൻ കഴിയാതായി പോയിരിക്കുന്നത്. സർക്കാരിൻ്റെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് ഈ പെൻഷൻ കൊടുക്കുന്നത്, ഈ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നത് എന്നാണ് വാദിക്കുന്നത്. കോടതിയിൽ പോയി വാങ്ങേണ്ടതല്ല ഈ ക്ഷേമ പെൻഷൻ എന്നുകൂടി ധനമന്ത്രി ഓർമ്മിപ്പിക്കപ്പെടുകയാണ്. കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളും സാമ്പത്തികമായിട്ടുള്ള മരവിപ്പ് നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇതെന്ന് പറഞ്ഞു വയ്ക്കാൻ ബാലഗോപാൽ ശ്രമിക്കുന്നുണ്ട്. അടുത്ത വർഷം മുതലാണെങ്കിൽ ലോകത്താകെ സാമ്പത്തിക മാന്ദ്യം പ്രതീക്ഷിക്കുന്നതായിട്ടും ബാലഗോപാൽ പറയുന്നുണ്ട്. ബജറ്റിന് മുമ്പെയുള്ള അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലാണ് സിമൻ്റ് വില കുറഞ്ഞ് അത് നിർമ്മാണ മേഖല നേരിടുന്ന വലിയ പ്രതിസന്ധിയുടെ ഒരു സൂചനയാണ് സിമൻ്റ് വില കുറയുന്നത്. യുദ്ധം അതിനൊരു കാരണമാണ് എന്ന് പറയപ്പെടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കുന്നു. പരമാവധി പണം ജനങ്ങളിൽ എത്തിച്ചാണ് ഇതിന് പരിഹാരം കാണേണ്ടത് എന്നുള്ളതടക്കം ബാലഗോപാൽ പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ ഫലപ്രദമായി നടത്താൻ കഴിയാത്തൊരു സാഹചര്യം, കേന്ദ്ര സർക്കാരിൻ്റെ നിസ്സഹകരണം, അത് കേരളത്തിന് ലഭിക്കേണ്ട തുകയിൽ ഏകദേശം 57,000 കോടി രൂപയുടെ കുറവുണ്ടായിരിക്കുന്നു. ഇങ്ങനെ 57,000 രൂപ കൂടി കുറയുന്ന ഒരു സാഹചര്യത്തിൽ 1,70,000 കോടി രൂപ ഒരു വർഷം ചിലവാക്കുന്ന സംസ്ഥാനത്തിന് 57,000 കോടി രൂപ കുറവ് വന്നാൽ എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അത് കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ ഒരു ക്ഷേമ പെൻഷൻ നൽകുക എന്ന് പറയപ്പെടുന്ന സർക്കാരിൻ്റെ ഔദാര്യമാണ്. സർക്കാർ നൽകുന്നത് അവരുടെ ഈ പെൻഷൻ തുക നൽകുന്നത് സർക്കാരിൻ്റെ ചില ഔദാര്യത്തിൻ്റെ പുറത്താണ് അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നത്. 600 രൂപ ലഭിച്ചുകൊണ്ടിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി 1600 രൂപ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ബാലഗോപാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കഴിയുന്നത്? നാണമല്ലേ നിങ്ങൾക്ക്? ക്ഷേമ പെൻഷൻ അടക്കമുള്ള പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കപ്പെടുന്നു എന്ന് പറഞ്ഞ് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി, വലിയ വാഗ്ദാനങ്ങൾ നടത്തി, പ്രകടന പത്രികയിൽ അതും ഇതും എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമൂഹത്തെയും ഒരു ജനങ്ങളെയും മുഴുവൻ വഞ്ചിക്കുന്ന സമീപനം സ്വീകരിക്കുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? എന്നിട്ടിപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ക്ഷേമ പെൻഷൻ സർക്കാരിൻ്റെ ഔദാര്യമാണ് എന്ന് പറയപ്പെടുന്ന തരത്തിൽ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. അത് ഒരു സർക്കാരിനും ഭൂഷണമല്ല എന്നുകൂടി പറയട്ടെ. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഔദാര്യം കൊണ്ടോ നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ടോ കൊടുക്കേണ്ട ഒരു സാധനമല്ല ക്ഷേമ പെൻഷൻ. ജനങ്ങളുടെ ആവശ്യമാണ്, അവകാശമാണ്, ഔദാര്യമാകരുത് അത്. അത്തരത്തിൽ കൊടുക്കുമ്പോൾ അതിന് കണക്ക് പറയുകയും ചെയ്തത് ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാൻ 900 കോടി രൂപ വേണം, 2500 രൂപ മാസം പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അധികാരത്തിൽ വന്നത്. ഇപ്പോൾ പതിയെ മെല്ലെ എത്തിയിരിക്കുന്നത് 1600 രൂപയിലാണ്. അതിന് മുകളിലേക്ക് അത് കയറുന്നില്ല. ഈ കൊടുക്കേണ്ട 1600 രൂപ പോലും കഴിഞ്ഞ 5 മാസമായി ലഭിക്കുന്നില്ല. എന്നിട്ടും നിങ്ങൾ പറയുന്നത് ഇത് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കേന്ദ്ര സർക്കാർ 57,000 കോടി രൂപ പിടിച്ചു വയ്ക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നിർമ്മലാ സീതാരാമൻ ഇങ്ങോട്ട് പറഞ്ഞ, അതായത് കേന്ദ്രത്തിൻ്റെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവർ പറഞ്ഞ വാദങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. 1 രൂപ പോലും കടമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കാവുന്നതിൻ്റെ പരമാവധി തുക കേന്ദ്രത്തിൽ നിന്ന് അനുവദിക്കുന്ന ഒരു സംവിധാനം അത് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഒരു സംസ്ഥാനത്തിന് മാത്രമായി മരവിപ്പിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ കേരളം ഒരിക്കലും കടക്കണിയിലാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിൻ്റെ ഒരു തരത്തിലുമുള്ള ഇടപെടൽ കൊണ്ടല്ല, അവരുടെ നിസ്സഹകരണം കൊണ്ടല്ല, പകരം
ഇവിടുത്തെ ധാരാളിത്തവും ധൂർത്തും കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ ക്ഷേമ പെൻഷൻ നടപ്പിലാക്കുന്നതിന് മുൻപ് നിങ്ങൾ പറഞ്ഞത് ഇവിടുത്തെ പെട്രോൾ, ഡീസൽ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളിൽ പെടുന്ന ഒരു വസ്തുവാണ് പെട്രോൾ ഉൽപ്പന്നങ്ങൾ. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും സെസ് ഉപയോഗപ്പെടുത്തി ഇവിടുത്തെ ക്ഷേമ പെൻഷൻ പൂർത്തീകരിക്കുകയും അവർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെസ് പിൻവലിക്കാത്തത് എന്ന് പറഞ്ഞ കളവ് പറയുന്ന, നുണ പറയുന്ന ഒരു സർക്കാരാണിത് എന്ന് നമ്മളിപ്പോൾ ഓർമ്മിക്കുകയാണ്. കാരണം നിങ്ങൾ പറഞ്ഞത് ഈ സെസ് എടുത്തിട്ടാണ് ഇവിടുത്തെ ക്ഷേമ പെൻഷൻ നൽകുന്നത് എന്ന്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ സെസ് പിരിക്കുന്നില്ലേ? ഒരിടത്തും പെട്രോളിൻ്റെ കച്ചവടം നടക്കുന്നില്ലേ? ഡീസൽ ആരും ഉപയോഗിക്കുന്നില്ലേ? ഡീസലും പെട്രോളും ഒക്കെ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതിനേക്കാൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നിന്ന് ലഭിക്കുന്ന സെസ് എവിടെയാണ്? ക്ഷേമ പെൻഷൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് നിങ്ങളെടുത്ത സെസ് എവിടെയാണ്? ആ സെസ് ഉപയോഗിക്കൂ, അല്ലാതെ നിങ്ങളുടെ ഔദാര്യം വേണ്ട. ഇവിടുത്തെ നാട്ടുകാരുടെ പണം കൊണ്ട് തന്നെയാണ് ഈ സർക്കാർ നിലനിൽക്കുന്നത്. ആ സെസ് ഉപയോഗിച്ച് ആ സെസ് എടുത്ത് ഇവിടുത്തെ ക്ഷേമ പെൻഷൻ ജനങ്ങൾക്ക് കൊടുത്താൽ അന്നക്കുട്ടിയെപ്പോലുള്ളവർ പിച്ചച്ചട്ടിയുമായി ഒരിക്കലും തെരുവിലിറങ്ങില്ല. അതുകൊണ്ട് ക്ഷേമ പെൻഷൻ സർക്കാരിൻ്റെ നല്ല മനസ്സുകൊണ്ടുണ്ടാകുന്നതാണെന്ന് പറയണ്ട, നിങ്ങളുടെ ഔദാര്യം കൊണ്ട് കൊടുക്കുന്നതാണ് എന്നും വീമ്പളക്കണ്ട. ജനങ്ങളുടെ കയ്യിൽ നിന്ന്, അതായത് ഇവിടെ വരുന്ന 3.5 കോടിയിലധികം വരുന്ന ജനങ്ങൾ അവർ ഉപയോഗിക്കുന്ന പെട്രോളിൽ നിന്ന് ലഭിക്കുന്ന സെസ്, ഡീസലിൽ നിന്ന് ലഭിക്കുന്ന സെസ്, ആ സെസ് എന്ന് പറയപ്പെടുന്നത് ക്ഷേമ പെൻഷൻ നൽകാനാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പിൻവലിക്കാത്ത സാഹചര്യത്തിൽ, കാരണം പലപ്പോഴും സെസ് അടക്കം പിൻവലിച്ചുകൊണ്ടുള്ളൊരു സമീപനം ഉമ്മൻചാണ്ടി സർക്കാർ അടക്കം ഇവിടെ സ്വീകരിച്ച സാഹചര്യത്തിൽ നിങ്ങൾ അതിന് ബദൽ പറഞ്ഞതാണ് ഈ ക്ഷേമ പെൻഷൻ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെസ് ഉപയോഗപ്പെടുത്തുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ 5 മാസമായി നിങ്ങൾ സെസ് ഉപയോഗിച്ച് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല? അപ്പോൾ അത് നടക്കില്ല. വകമാറ്റി ചെലവഴിക്കുന്ന ഒരു സമീപനം നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഔദാര്യത്തിൻ്റെ പുറത്തല്ല ഇവിടെ ക്ഷേമ പെൻഷൻ നൽകേണ്ടത്. പകരം നിങ്ങൾ ഈ സെസ്സിൽ നിന്ന് മാത്രം, ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുക. നിങ്ങളുടെ നുണയും ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളുമൊക്കെ പൊളിഞ്ഞു വീഴാറാകുന്നു എന്ന് മറന്നു പോകരുത്. ബാലഗോപാലൻ്റെ മുഖ്യമന്ത്രിയുമൊക്കെ എത്രയൊക്കെ നുണ പറഞ്ഞിങ്ങനെ പെരുപ്പിച്ചു കാട്ടിയാലും കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ കളവ് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ക്ഷേമ പെൻഷൻ സർക്കാരിൻ്റെ ഔദാര്യം കൊണ്ട് കൊടുക്കുന്നതല്ല, അവരുടെ അവകാശമാണ്. ഇവിടുത്തെ 4 കോടിയിലധികം വരുന്ന ജനങ്ങൾ, അല്ലെങ്കിൽ 3.5 കോടിയിലധികം വരുന്ന ജനങ്ങൾ അവരുപയോഗിക്കുന്ന ഈ പെട്രോളിൻ്റെ സെസ് മാത്രം ഉപയോഗിച്ച് അവരുടെ ക്ഷേമ പെൻഷൻ കൊടുക്കുക. ഇങ്ങനെ നുണ പറഞ്ഞ് ജനങ്ങളെ വഴിയാധാരമാക്കാതിരിക്കുക.